സ്വപ്ന സഞ്ചാരികളുടെ ഏറെ ഇഷ്ടപ്പെട്ട ഒരു രാജ്യമുണ്ട് നമ്മുടെ ഈ നാട്ടിൽ. മധ്യ ഏഷ്യയിലെ കിർഗിസ്ഥാൻ. ഒരുപാടധികം ടൂറിസ്റ്റുകളെ മാടി വിളിക്കുന്ന ഒരു രാജ്യമാണ് കിർഗിസ്ഥാൻ. ആ രാജ്യത്തിന്റെ ഒരു ഭൂപ്രകൃതിയും ആ രാജ്യത്തിന്റെ ആ ഒരു ഘടനയൊക്കെ ആണെങ്കിൽ ഒരുപാടധികം ടൂറിസ്റ്റുകളെ മാടി വിളിക്കാറുണ്ട്. ഒരുപാടധികം ടൂറിസ്റ്റുകളുടെ സ്വപ്ന രാജ്യം കൂടിയാണ് ഈ കിർഗിസ്ഥാൻ എന്ന് പറയുന്നത്. കാരണം ഒരുപാടധികം സവിശേഷതകളായിട്ടുള്ള, ഒരുപാടധികം ഭംഗിയുള്ള, ഒരുപാടധികം മനസ്സിന് കുളിർമ നൽകുന്ന കാഴ്ചകളും വിനോദങ്ങളും, ഒരുപാട് ട്രക്കിങ്ങിന് പറ്റിയ ഏരിയയൊക്കെയാണ് ഈ കിർഗിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രത്യേകത. പല ഭാഗത്തും മരുഭൂമിയാണെങ്കിൽ പല ഭാഗത്തും മഞ്ഞ് നിറഞ്ഞ സ്ഥലങ്ങളാണ്. ചില സമയത്ത് കിർഗിസ്ഥാന്റെ ആ ഒരു പ്രകൃതിയുടെ ഭംഗി എന്ന് പറയുന്നത് നമുക്ക് എത്ര കണ്ടാലും മതി വരില്ല. അത്രയധികം ഭംഗിയുള്ള ഒരു രാജ്യമാണ് കിർഗിസ്ഥാൻ എന്ന് പറയുന്നത്. സോവിയറ്റ് യൂണിയന്റെ കീഴിൽ നിന്നിരുന്ന ഒരു രാജ്യമായിരുന്നു കിർഗിസ്ഥാൻ. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടുകൂടി ഈ കിർഗിസ്ഥാൻ സ്വാതന്ത്ര്യം നേടുകയായിരുന്നു. അപ്പോൾ അതിനുശേഷം കിർഗിസ്ഥാന്റെ ഒരു വളർച്ച എന്ന് പറയുന്നത് ആർക്കും പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വളർച്ചയായിരുന്നു. സമ്പന്നതയുടെ കൊടുമുടിയിലാണ് കിർഗിസ്ഥാൻ ഇന്ന് നിൽക്കുന്നത്. ഒരുപാടധികം ടൂറിസ്റ്റുകൾ ദിവസവും വന്നു പോകുന്ന ഒരു രാജ്യമാണ് കിർഗിസ്ഥാൻ എന്ന് പറയുന്നത്. എന്നാൽ ആ രാജ്യം ലോക രാജ്യങ്ങളുടെ മുൻപിൽ നാണം കെട്ട ഒരു സംഭവമുണ്ട്. ഐക്യരാഷ്ട്ര സംഘടന പോലും ആ രാജ്യത്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വരികയാണ് ഉണ്ടായത്. മാത്രവുമല്ല, കിർഗിസ്ഥാനെ ആണെങ്കിൽ നാണക്കേട് കൊണ്ട് അവർക്കാണെങ്കിൽ പുറത്തേക്ക് പോകാൻ പോലും കഴിയാൻ സാധിക്കാത്ത രീതിയിൽ അപമാനമേൽക്കുകയാണ് ആ രാജ്യത്തിനുണ്ടായത്. അവിടേക്ക് വരുന്ന ഓരോ ടൂറിസ്റ്റുകളും കിർഗിസ്ഥാനെ ഭയത്തോടു കൂടിയാണ് ഇന്ന് നോക്കുന്നത്. കാരണം 2018 നടന്ന ആ ഒരു സംഭവം അത്രയധികം ഭീകരമായിരുന്നു. ആ ഒരു സംഭവത്തോടു കൂടിയാണ് കിർഗിസ്ഥാനിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന് ലോകം അറിയുന്നത്. ലോകത്തെ ഞെട്ടിച്ച ആ ഒരു സംഭവത്തിലേക്ക് നമുക്ക് പോകാം. 2018 മെയ് 27 തന്റെ വീടിനടുത്തുള്ള ഒരു കടയിൽ നിന്ന് കുറെ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഒരു 19കാരി പോവുകയാണ്. ഒരു മെഡിക്കൽ വിദ്യാർത്ഥിനിയാണ്. അവളുടെ കല്യാണമൊക്കെ ആലോചിച്ച് വെച്ചേക്കാണ്. വീട്ടുകാർ ഇഷ്ടത്തോടു കൂടി തന്നെയാണ് ആ ഒരു കല്യാണം നടക്കുന്നത്. താൻ ഏറെ നാൾ സ്നേഹിച്ച ഒരു യുവാവിനെ തന്നെയാണ് ആ യുവതി, ആ ഒരു 19കാരി വിവാഹം കഴിക്കാനിരിക്കുന്നത്. ആ യുവതിയുടെ പേരാണ് ബുർലെ തുർദാലി കൈസി എന്ന്. അവരുടെയൊക്കെ കുറച്ച് പേരുകൾ നമുക്ക് ഡിഫറെന്റ് ആയിരിക്കാം. പക്ഷെ ബുർലെ തുർദാലി കൈസി എന്നാണ് ആ യുവതിയുടെ പേര്. ആ ഒരു 19 വയസ്സുകാരിയായിട്ടുള്ള ആ ഒരു പെൺകുട്ടിയുടെ പേര് എന്ന് പറയുന്നത്. ഒരു മെഡിക്കൽ വിദ്യാർത്ഥിനിയാണ്. തന്റെ ഭാവി ജീവിതത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്ന ഒരു വിദ്യാർത്ഥി കൂടിയാണ്. അതുപോലെ തന്നെ ഒരു നവവധുവും കൂടിയാണ് ഈ ബുർലെ തുർദാലി കൈസി എന്ന് പറയുന്ന യുവതി. അപ്പൊ ആ കടയിലേക്ക് വന്ന് സാധനം വാങ്ങുന്നതിന്റെ ഇടയ്ക്ക് രണ്ട് യുവാക്കൾ അവിടേക്ക് വരികയാണ്. ആ കടയിലേക്ക് കയറി വന്ന ഒരു യുവാവിന്റെ പേര് മാർസ് ബൊഡോഷേവ് എന്നായിരുന്നു. ആ കൂടെ വന്ന സുഹൃത്തിന്റെ പേര് അഹ്മദ് സെയ്റ്റോവ എന്നുമായിരുന്നു. ഇരുവരും ആ കടയിലേക്ക് വന്നതിന് ശേഷം സാധനം വാങ്ങുകയായിരുന്ന ബുർലയെ ബലം പ്രയോഗിച്ച് അവർ വന്ന കാറിൽ തന്നെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഉണ്ടായത്. ഒരുപാടധികം സഹായിക്കണേ എന്ന് പറഞ്ഞ് ഈ ബുർലെ കരയുന്നുണ്ടായിരുന്നു. ഒരുപാട് പേരോട് സഹായം അഭ്യർത്ഥിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആ കടയിൽ ഉണ്ടായിരുന്നവരും ആ കടയ്ക്ക് വെളിയിലുണ്ടായിരുന്നവരും ഒന്നും തന്നെ ആ കാഴ്ച കണ്ടിട്ട് അനങ്ങുന്നില്ലായിരുന്നു. മാത്രമല്ല, ഈ ബുർലയെ തട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് അവർ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. അവൾ ആ കരയുന്നതോ സഹായം അഭ്യർത്ഥിക്കുന്നതോ ഒന്നും തന്നെ അവർ ശ്രദ്ധിക്കുന്നതേ ഉണ്ടായിരുന്നില്ല. കാരണം ആ രാജ്യത്ത് ഇത്തരം സംഭവങ്ങൾ സർവ്വസാധാരണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആ നാട്ടിൽ ആരും തന്നെ അങ്ങനെ പ്രതികരിക്കാൻ പോകില്ലായിരുന്നു. ഇതറിഞ്ഞ് ഈ ബുർലയുടെ പിതാവ് തുർദാലി കൊസോന ഈ ബിഷ്കെക് എന്ന് പറയുന്ന ആ ജില്ലയിൽ തന്നെയുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോള് ചെയ്യുകയാണ്. അവിടേക്ക് കോൾ ചെയ്തതിന് ശേഷം പറയുകയാണ്, എന്റെ മകളെ രണ്ടുപേര് തട്ടിക്കൊണ്ടുപോയി, ആരാ എന്താണെന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ CCTV നിന്നും ആ വണ്ടി നമ്പർ കിട്ടുകയാണ്. അങ്ങനെ ആ വണ്ടി നമ്പർ വെച്ച് ചേസ് ചെയ്യുമ്പോൾ ഈ ബിഷ്കെക് എന്ന് പറയുന്ന ഈ ജില്ലയിൽ നിന്നും 70 കിലോമീറ്റർ മാറിയിട്ട് ഒരു ട്രാഫിക് പോലീസിന് ഈ വണ്ടി കണ്ടുകിട്ടുകയാണ്. അങ്ങനെ ഇവരെ 3 പേരും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണ്. വന്നതിന് ശേഷം ഈ മാർക്ക് ബൊഡോഷേവിനെയും ബുർലെ തുർദാലി കൈസിനെയും ഒരു റൂമിൽ അടച്ചിടുകയാണ് ഉണ്ടായത്. ഇത് പോലീസ് സ്റ്റേഷനിൽ തന്നെയുള്ള ഒരു റൂമിൽ അടച്ചിടുകയാണ് ഉണ്ടായത്. കാരണം ഇങ്ങനെ തട്ടിക്കൊണ്ട് പോകുന്ന പലരും പിന്നീട് വിവാഹം കഴിക്കാറാണ് ആ നാട്ടിൽ പതിവ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പോലീസുകാർ അതിന് അത്ര വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. മാത്രവുമല്ല, അവിടെ നിന്നിരുന്ന ഒരു സമ്പ്രദായമാണ്
അലാകാച്ചു എന്ന് പറയുന്നത്. ഈ അലാകാച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവതികളുടെ സമ്മതമില്ലാതെ തന്നെ അവരെ തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു. ഈ അലാകാച്ചു സമ്പ്രദായത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ തട്ടിക്കൊണ്ടു പോകുന്ന യുവതികളെല്ലാം തന്നെ ബലാത്കാരത്തിന് ഇരയാകാറുണ്ട്. അവരെ ബലാത്കാരമായിട്ട് ഉപയോഗിച്ചതിന് ശേഷമായിരുന്നു അവരെ ആ വിവാഹത്തിന് വേണ്ടി സമ്മതിപ്പിക്കുന്നത്. പല സ്ത്രീകളും താൻ നശിക്കപ്പെട്ടു, ഇനി മുന്നോട്ടൊരു ജീവിതമില്ല എന്ന് കരുതിക്കൊണ്ട് ആ ഉള്ള ഒരു ജീവിതത്തിലേക്ക് അവർ പോവുകയാണ് ഉണ്ടായത്. പലരും ഇതിനെയാണെങ്കിൽ ഇതിനെതിരെ പ്രതികരിക്കാനോ അല്ലെങ്കിൽ കേസ് കൊടുക്കാനോ ഒന്നും തന്നെ പോകുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ അവിടെ സർവ്വസാധാരണമായതുകൊണ്ട് തന്നെ ഈ പോലീസുകാർ ഈ ഒരു കേസിനെയും ആ രീതിയിൽ തന്നെ കാണുകയാണ്. കാരണം അവനോട് ബലാത്കാരം ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള വിവാഹം മുന്നോട്ട് പൊക്കോളും. അപ്പൊ ഇതിനകത്ത് നമുക്കിതൊന്നും ചെയ്യാനായിട്ടില്ല, വീട്ടുകാർ വരും വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, അവർ വന്നതിന് ശേഷം ഇവർ തമ്മിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം അവർ തമ്മിലുള്ള വിവാഹ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പൊക്കോളും എന്നുള്ള രീതിയിലായിരുന്നു ആ പോലീസുകാരുടെ ആ സമയത്തുള്ള പെരുമാറ്റം. ഒരുപാടധികം പോലീസുകാർ ആ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. ഏകദേശം 23 മേളിൽ പോലീസുകാർ ആ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ച് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഈ ബുർളയെയും അതുപോലെ തന്നെ മാർസ് ബൊറോഷേവിനെയും പൂട്ടിയിട്ടിരുന്ന ആ റൂമിൽ നിന്നും അലർച്ചയും കരച്ചിലും കേൾക്കുന്നത്. അങ്ങനെ ഇവർ ഓടിച്ചെന്ന് ഡോർ തുറക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അത് അകത്തു നിന്നും ലോക്കായിരുന്നു. ആ റൂമിൽ നിന്നും ഒരു സ്ത്രീയുടെ ഉച്ചത്തിലുള്ള കരച്ചിലും രക്ഷിക്കണേ എന്നുള്ള ഒരു നിലവിളിയും അലർച്ചയും ഒക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ഏറെ നേരത്തെ ബഹളത്തിന് ശേഷം ആ അലർച്ച അവസാനിക്കുകയാണ് ഉണ്ടായത്. അപ്പോഴേക്കും ഇവര് റൂം ഡോറൊക്കെ തകർത്തിട്ട് അകത്തേക്ക് കയറുകയാണ്. കയറുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ രക്തം തളം കെട്ടി കിടക്കുന്ന നിലം. അവിടുത്തെ ചെയറിലും മേശയിലും ഭിത്തിയിലും എല്ലാം തന്നെ രക്തം ഇങ്ങനെ തെറിച്ചിട്ടുണ്ട്. മാത്രമല്ല ഒരു കയ്യിൽ രക്തം പുരണ്ട കത്തിയുമായിട്ട് നിൽക്കുന്ന മാർസ് ബൊറോഷേവിനെയാണ് പോലീസുകാർ കാണുന്നത്. നിലത്ത് മരിച്ചു കിടക്കുന്ന ബുർലൈ തുർദാലി കൈസിനെയുമാണ് അവർ കാണുന്നത്. അക്ഷരാർത്ഥത്തിൽ പോലീസുകാർ ഞെട്ടുകയാണ്. കാരണം ഇത്തരം ഒരു സംഭവം അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം ഈ അലാകാച്ചു എന്ന് പറയുന്ന ഒരു സമ്പ്രദായം സ്ത്രീകൾ അവിടെ സ്ഥിരം അതെന്ന് വെച്ചാൽ അവിടുത്തെ എല്ലാ സ്ത്രീകൾക്കും മേലും ഒരു പുരുഷാധിപത്യമുണ്ട്. ഈ പുരുഷാധിപത്യം ഉള്ളത് കൊണ്ട് തന്നെ അവിടെ സ്ത്രീകളെല്ലാം ആ പുരുഷന്മാരുടെ അടിമകളെ പോലെയാണ് ജീവിച്ചിരുന്നത്. ഈ അലാകാച്ചു എന്ന് പറയുന്ന സമ്പ്രദായം അവിടുത്തെ സ്ത്രീകൾക്ക് മേലിൽ ഒരു ആധിപത്യമായിരുന്നു. കാരണം അവരുടെ അടിമകളെ പോലെയാണ് സ്ത്രീകൾ അവിടെ പെരുമാറിക്കൊണ്ടിരുന്നത്. ഈ അലാകാച്ചു സമ്പ്രദായം എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ട് പോവുക എന്ന് തന്നെ മീനിങ് വരുന്ന ഒരു വേർഡാണ്. ഈ സമ്പ്രദായം തന്നെ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി ബലാത്കാരം ചെയ്തതിന് ശേഷം അവരുടെ സമ്മതമില്ലെങ്കിലും ശരി തന്നെ അവരെ വിവാഹം ചെയ്യുക എന്നതായിരുന്നു ഈ സമ്പ്രദായത്തിന്റെ ഒരു പ്രകൃതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കിർഗിസ്ഥാനിൽ കൂടുതലായിട്ടും തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിക്കുന്ന ഒരു രീതിയായിരുന്നു നിന്നിരുന്നത്. 80% തട്ടിക്കൊണ്ടുപോയി വിവാഹമായിരുന്നു, തട്ടിക്കൊണ്ടുപോയി നിർബന്ധിത വിവാഹമായിരുന്നു ഈ കിർഗിസ്ഥാനിൽ ഉണ്ടായിരുന്നത് 80%. അപ്പോൾ ആ രാജ്യത്തിലെ ഉണ്ടായിരുന്ന നിയമത്തിലെ പാഴ്ചകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്കിപ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കൊലപാതകം കണ്ട പോലീസുകാര് സത്യത്തിൽ ഞെട്ടുകയാണ്. അപ്പോഴേക്കുമാണെങ്കിൽ ബുർലായുടെ പിതാവും ബന്ധുക്കളും ഒക്കെ ആ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. അവരും ഈ കാഴ്ച കാണുകയാണ്. കണ്ടപ്പോഴത്തേക്ക് അവരുടെ ഹൃദയം തകർന്നു പോവുകയാണ്. അങ്ങനെ ഇതിനെക്കുറിച്ചുള്ള കേസും കാര്യങ്ങളും നടക്കുകയാണ്. മനുഷ്യാവകാശ സംഘടനയും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒട്ടനവധി സംഘടനകളും കോളേജ് വിദ്യാർത്ഥികളും ഇതിനെതിരെ പ്രതികരിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ പല സ്ത്രീകളും അവിടുത്തെ പല സെലിബ്രിറ്റീസുകളും ഈ സംഘടനകൾ, മനുഷ്യാവകാശ സംഘടനകൾ പലരോടും അഭ്യർത്ഥിക്കുകയാണ് ഉണ്ടായത്, നിങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കണമെന്ന്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന പല സെലിബ്രിറ്റീസും അവിടെ ഉണ്ടായിരുന്ന പല നേതാക്കന്മാരും ഇതിനെതിരെ മൗനം പാലിക്കുകയാണ്. കാരണം ഇത് പരസ്യമായ ഒരു രഹസ്യമായിരുന്നു ഈ അലാകാച്ചു എന്ന് പറയുന്ന സമ്പ്രദായം. പല രാജ്യത്തും ഇന്നും ഈ സമ്പ്രദായം നിലനിൽക്കുന്നുണ്ട്. സ്ത്രീകൾ വിവാഹത്തിന് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അവരെ തട്ടിക്കൊണ്ടുപോയി ബലാത്കാരം ചെയ്ത് വിവാഹം കഴിക്കുന്ന ചടങ്ങ് ഇന്നും പല രാജ്യത്തും നിലനിൽക്കുന്നുണ്ട്. സോവിയറ്റ് യൂണിയന്റെ കീഴിലായിരുന്ന സമയത്ത് ഈ രാജ്യത്തിൽ നിന്നും ഈ സമ്പ്രദായത്തെ ആ സോവിയറ്റ് യൂണിയൻ ഭാരവാഹികൾ തുടച്ചു നിൽക്കുകയാണ് ഉണ്ടായത്. എന്നാൽ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടുകൂടി പൂർവാധികം ശക്തിയോടെ ഈ അലാകാച്ചു സമ്പ്രദായം വീണ്ടും ഈ കിർഗിസ്ഥാനിലേക്ക് വരികയാണ് ഉണ്ടായത്. ഒട്ടനവധി സ്ത്രീകൾ ഈ അലാകാച്ചു സമ്പ്രദായത്തിലൂടെ ബലാത്കാരം ചെയ്യപ്പെടുകയും പലരും കൊലയിലേക്ക് തന്നെ പലരുടെയും ജീവൻ നഷ്ടമാകുന്ന പല സംഭവത്തിലേക്ക് പോവുകയാണ് ഉണ്ടായത്. എന്നാൽ ഈ ബുർലയുടെ സംഭവം ഒരു വ്യത്യസ്തമായിരുന്നു. കാരണം ഈ ബുർലയുടെ സംഭവം എന്ന് പറയുന്നത്
ആ രാജ്യത്തിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. ആ രാജ്യത്തിന് പുറത്തേക്ക് ഈ ഒരു പ്രക്ഷോഭം വളരുകയാണ് ഉണ്ടായത്. അങ്ങനെ ഒരുപാട് ഈ പ്രഷറും കാര്യങ്ങളും ഈ കിർഗിസ്ഥാൻ രാജ്യത്തിന് മേളിൽ വരികയാണ് ഉണ്ടായത്. അങ്ങനെ കിർഗിസ്ഥാനിലെ നിയമങ്ങളിൽ ഒരുപാടധികം പാളിച്ചകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഐക്യരാഷ്ട്ര സംഘടന തന്നെ ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ പൊളിച്ചെഴുതണമെന്ന് അവരോട് കർശനമായിട്ട് പറയുകയാണ് ഉണ്ടായത്. 2018 ഈ നിയമങ്ങളൊക്കെയാണ് കുറച്ചുകൂടെ ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുകയാണ് ഉണ്ടായത്. എങ്കിലും ഈ അലാക്കാച്ചു സമ്പ്രദായം ഇന്നും കിർഗിസ്ഥാനിൽ ഉണ്ട് എന്ന് തന്നെയാണ് പുറമെ വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. അങ്ങനെ 7 വർഷത്തെ തന്റെ പോരാട്ടത്തിനൊടുവിൽ ഈ ബുർലയുടെ പിതാവായിട്ടുള്ള തുർദാലി കൊസോന തന്റെ മകൾക്ക് നീതി നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. 20 വർഷമാണ് മാർസ് ബൊഡോഷേവിന് കോടതിയാണെങ്കിൽ ശിക്ഷയായിട്ട് വിധിക്കുന്നത്. മാത്രവുമല്ല, മാർസ് ബൊഡോഷേവിന്റെ സ്വത്തുവകകൾ കണ്ടുകെട്ടാനും അതിൽ നിന്നും ഒരു വിഹിതം ഈ തുർദാലി കൊയ്സയ്ക്ക് കൊടുക്കാനും കോടതി വിധി വരുന്നുണ്ട്. ഇതിനെ തട്ടിക്കൊണ്ടുപോകലിന് സഹായിച്ച ഈ മാർസ് ബൊഡോഷേവിന്റെ സുഹൃത്തായിട്ടുള്ള അഹ്മദിന് 7 വർഷം ശിക്ഷയാണ് കോടതി വിധിക്കുന്നത്. പക്ഷെ എങ്കിലും ഈ ശിക്ഷയിൽ ഒട്ടും തന്നെ സന്തോഷവാനല്ല എന്ന് ഈ ബുർലയുടെ പിതാവ് ഒരു മൊഴി കൊടുക്കുന്നുണ്ട്. മാത്രമല്ല, കോടതിയിൽ പറയുന്നുണ്ട്, ഒരു ഇന്റർവ്യൂവിലും പറയുന്നുണ്ട്. മാത്രമല്ല, ഈ ബുർലയെ ഇതിനു മുൻപും ഈ മാർസ് തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. ഈ സംഭവം നടക്കുന്നതിന് 1 മാസം മുൻപ് ഈ ബുർലയെ ഈ മാർസ് തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. തട്ടിക്കൊണ്ട് പോകാനുണ്ടായ റീസൺ എന്ന് വെച്ചാൽ ഈ ബുർലയെ മറ്റൊരു യുവാവുമായിട്ട് പ്രണയത്തിലായിരുന്നു. അവർ തമ്മിലുള്ള വിവാഹം വീട്ടുകാർ ഉറപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അപ്പം അതിന്റെ ദേഷ്യത്തിലാണ് ഈ മാർസ് ബുർലയെ തട്ടിക്കൊണ്ട് പോകുന്നത്. എന്നാൽ വീട്ടുകാരുടെ ഇടപെടൽ മൂലം മാർസ് ബുർലയെ തിരികെ ബുർലയുടെ വീട്ടിലേക്ക് തന്നെ വിടുകയാണ് ഉണ്ടായത്. ഈ ബുർലയെ കുത്തി കൊലപ്പെടുത്തുന്നതിന്റെ അന്ന് ബുർലയുടെ നെഞ്ചിൽ ഈ മാർസ് ആണ് കത്തി കൊണ്ട് HB എന്നൊരു 2 അക്ഷരം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് പറയുന്നത് ഈ ബുർലയെ വിവാഹം കഴിക്കാനിരുന്ന യുവാവിന്റെ ആദ്യ അക്ഷരമാണ് ഈ H എന്നുള്ളതും ബുർലയുടെ ആദ്യം അക്ഷരമാണ് ഈ B എന്നുള്ളതുമാണ്. ഇതിനുശേഷം ഒട്ടനവധി കേസുകളായിരുന്നു ഈ കിർഗിസ്ഥാനിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരുന്നത്. ഒട്ടനവധി റിപ്പോർട്ടുകൾ വരുന്നുണ്ടായിരുന്നു. ഒരു 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ വേണ്ടി തട്ടിക്കൊണ്ടു പോവുകയും ബലാത്കാരം ചെയ്യുകയും അവസാനം ആ പെൺകുട്ടി കൊല്ലപ്പെടുന്ന സംഭവമൊക്കെ അപ്പോഴാണ് പുറത്തു വരുന്നത്. ആ സമയത്താണ് ഈ അലാക്കാച്ചു സമ്പ്രദായം എന്താണെന്നും അതുവഴി എത്രത്തോളം സ്ത്രീകൾ അവിടെ ക്രൂരതയായിട്ട് പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നും എത്രത്തോളം സ്ത്രീകൾ മരണപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഈ കിർഗിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം തല കുനിച്ച് ഈ രാജ്യങ്ങളോട് മൊത്തം മാപ്പ് പറഞ്ഞൊരു ദിവസമായിരുന്നു ഈ മെയ് 28 എന്ന് പറയുന്നത്. അന്നത്തോടുകൂടി കിർഗിസ്ഥാനിന് മേലുണ്ടായിരുന്ന പല രാജ്യക്കാരുടെയും അഭിപ്രായങ്ങൾ നീങ്ങുകയാണ്. കാരണം സമ്പന്നതയുടെ കൊടുമുടിയിൽ നിന്ന രാജ്യം, ഒരുപാടധികം വിദേശികൾ ടൂറിസത്തിനായിട്ട് വന്നുകൊണ്ടിരുന്ന രാജ്യം, പക്ഷെ പെട്ടെന്നെല്ലാം നിലയ്ക്കുകയാണ്. ആ രാജ്യത്തിലെ യഥാർത്ഥ മുഖം എന്താണെന്നുള്ളത് ലോകം തിരിച്ചറിയുകയാണ് ഉണ്ടായത്. അതോടുകൂടി കിർഗിസ്ഥാനിന്റെ തകർച്ചയാണ് ഇവിടെ ഉണ്ടായത്. ഇന്നും സമ്പന്നതയുടെ കൊടുമുടിയിൽ തന്നെയാണ് കിർഗിസ്ഥാൻ നിൽക്കുന്നതെങ്കിലും നേരത്തെ ഉണ്ടായിരുന്ന ടൂറിസ്റ്റുകളൊക്കെ അവിടേക്ക് വരുന്നത് ഇപ്പം ഏറെക്കുറെ കുറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, ഐക്യരാഷ്ട്ര സംഘടനയുടെ സമ്മർദ്ദം ഏറെ അനുഭവിക്കുന്ന ഒരു രാജ്യമാണ് കിർഗിസ്ഥാൻ. കാരണം കിർഗിസ്ഥാൻ ഇപ്പോഴും തന്റെ നിയമങ്ങൾ പൊളിച്ചെഴുതി അവിടെ ശരിയായ ഒരു നിയമം കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അവിടുത്തെ പല നിയമങ്ങളും മനുഷ്യരഹിതമാണ് എന്നുള്ളത് അവിടുത്തെ മനുഷ്യാവകാശ സംഘടന ഇന്നും വാദിച്ചുകൊണ്ടിരിക്കുന്നു. ആകെ ഈ ബുർലയ്ക്ക് വേണ്ടിയിട്ടും ഈ അലാക്കാച്ചു സമ്പ്രദായം അവിടെ നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടും അവിടെ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, സജീവമായി പ്രവർത്തിക്കുന്നത് അവിടുത്തെ മനുഷ്യാവകാശ സംഘടന മാത്രമാണ്. മറ്റാരും തന്നെ ഇവർക്ക് സപ്പോർട്ടായിട്ട് വരുന്നില്ല. മാത്രമല്ല, ഈ അലാക്കാച്ചു സമ്പ്രദായം നിർത്തണമെന്നും അവിടുത്തെ ആരും തന്നെ പറയുന്നില്ല. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അവിടെ ഒരു വോയിസ് ഇല്ല. അതുകൊണ്ട് തന്നെ പല സ്ത്രീകളും ഇതാണെങ്കിൽ ഇപ്പോഴും മൗനമായിട്ട് സഹിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ കേസ് റിപ്പോർട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇന്നും പല രാജ്യത്തും നിലനിൽക്കുന്ന ഒരു സമ്പ്രദായമാണ് യുവതികളെ തട്ടിക്കൊണ്ടു പോയതിനു ശേഷം ബലാത്കാരം ചെയ്ത് അവരെ വിവാഹം കഴിക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ അവരെ കൊല്ലുക എന്നുള്ളത്. ഇന്നും പല രാജ്യത്തുമുണ്ട്. ഒരു സമയത്ത് നമ്മുടെ ഇന്ത്യയിലും ഈ സമ്പ്രദായം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. മാത്രമല്ല, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളെ സ്നേഹം വീണ്ടും കാണുമെന്ന പ്രതീക്ഷയോടുകൂടി ബൈ.